ശിവഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ അധ്യായത്തിന് പേര് നൽകിയിരിക്കുന്നത് വൈരാഗ്യ ഉപദേശം എന്നാണ്. അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രന് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, ജീവിതത്തിൽ ശരീരത്തിൻ്റെ അവസ്ഥാഭേദങ്ങൾ എന്താണ്, ഈ ശരീരത്തിന് എന്തു സംഭവിക്കുന്നു, ഈ ശരീരവും അതേപോലെ അതിലുള്ള ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെ മഹത്തായ ചില ദാർശനിക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ശ്രീരാമചന്ദ്രന് അഗസ്ത്യ മഹാമുനി ഉപദേശിച്ചു കൊടുക്കുന്നു. ഉപനിഷത് വാക്യസാര സംഗ്രഹമായ ഈ വൈരാഗ്യ ഉപദേശം രാമൻ്റെ ദുഃഖത്തെ ഒരളവോളം ഇല്ലാതാക്കാൻ പര്യാപ്തമാകുന്നു. നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ സൂതൻ മഹർഷിമാരോട് പറയുകയാണ്, അല്ലയോ മഹർഷിമാരെ, അഗസ്ത്യ മഹാമുനി രാമചന്ദ്രനോട് എന്തൊക്കെയാണ് വിരാജദീക്ഷയെപ്പറ്റി പറഞ്ഞത്, അതിനു മുമ്പ് എങ്ങനെയാണ് വൈരാഗ്യ ഉപദേശം നൽകിയത്, ഈ വിവരങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ട് സൂതൻ മഹർഷിമാരോട് ആ വിവരം പറയുകയാണ്. അതായത് രാവണൻ സീതയെ അപഹരിച്ചതിന് ശേഷം ദുഃഖിതനായ രാമചന്ദ്രൻ വളരെയേറെ വേദനയോടെ ദുഃഖത്തോടെ ഓരോ രാത്രിയും പകലും കഴിച്ചു കൂട്ടി. രാത്രിയും പകലും ഉറക്കമില്ലാതെയാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് പറയുന്നു. അത്രയ്ക്ക് ദുഃഖം രാമചന്ദ്രനെ അലട്ടുകയുണ്ടായി. സീതയുടെ വേർപാട് രാമനെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ ശ്രീരാമചന്ദ്രൻ ദുഃഖിതനായി കഴിയുമ്പോഴാണ് അഗസ്ത്യ മഹാമുനി രാമചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് വൈരാഗ്യ ഉപദേശം നൽകുന്നത്. രാമൻ്റെ ഈ ദയനീയ അവസ്ഥ കണ്ടിട്ട് അഗസ്ത്യൻ പറഞ്ഞു, അല്ലയോ രാമ, നീ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കൂ, ശരീരത്തെക്കുറിച്ച് ആലോചിക്കൂ, എന്താണ് ദുഃഖം എന്ന് ചിന്തിക്കൂ. ഓ രാമ, അങ്ങ് വല്ലാതെ ദുഃഖിതനാണ്. സീതയെക്കുറിച്ച് ഓർത്താണ് അങ്ങ് ഈ ദുഃഖങ്ങൾ മുഴുവനും ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങക്ക് ഈ ദുഃഖമുണ്ടാകാൻ കാരണം? അത് അജ്ഞത കൊണ്ടാണ്, അല്ലാതെ മറ്റൊരു കാരണം കൊണ്ടുമല്ല. അതായത് ജീവിതത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന്, ആത്മാവിൻ്റെ സത്യം എന്താണ് എന്ന് അങ്ങ് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ദുഃഖം, ഈ വല്ലാത്ത ദുഃഖം അങ്ങയെ അലട്ടുന്നത്. ശരിക്കും ആലോചിച്ച് നോക്കൂ, എന്താണ് ശരീരം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 5 ഭൂതങ്ങളെ കൊണ്ടാണ്, പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ശരീരവും ആത്മാവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആത്മാവിനൊരിക്കലും നാശമില്ല. ശരീരമാകട്ടെ എപ്പോഴും നാശത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ശരീരം മരണത്തിന് വിധേയമാണ്. ഈ ശരീരത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങ് സീതാദുഃഖത്താൽ പിടയുന്നതിന് പ്രധാനപ്പെട്ട കാരണം സീതയുടെ ശരീരം, സീത ശരീരമാണെന്ന് കരുതിയിട്ടാണ്. ശരീരമല്ല സീത, ആത്മാവാണ് സീത. ശരീരം എന്ന് പറയുന്നത് അങ്ങ് കൂടുതൽ ആകർഷിക്കപ്പെട്ട ഒരു സത്യമാണ്. സത്യത്തിൽ ഈ ശരീരം വളരെ ക്ഷണികമാണ്. ആ ശരീരത്തിൻ്റെ പൂ പോലെയുള്ള ശരീരത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ബാഹ്യമായ ആ പ്രത്യേകതകൾ കൊണ്ടാണ് അങ്ങ് ഈ ശരീരത്തെ സത്യമെന്ന് ഓർക്കുന്നത്. സത്യത്തിൽ ഈ ശരീരമല്ല ആത്മാവ്. ആത്മാവും ശരീരവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ ശരീരം നവദ്വാരങ്ങളടങ്ങിയ ഒരു
മരണത്തിൻ്റെ വസ്തു മാത്രമാണ്. എല്ലാം നശിച്ചു പോകുന്ന ശരീരമാണ്. ആ ശരീരത്തെക്കുറിച്ച് ഓർത്താണ് നീ ദുഃഖിക്കുന്നത്. അതുകൊണ്ട് അല്ലയോ രാമ, ആ ദുഃഖം അവിവേകമാണ്. കാരണം ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ആത്മാവിനെ അറിയാത്തത് കൊണ്ടാണ് നിനക്ക് ഈ ദുഃഖത്തിനെല്ലാം കാരണം. അതുകൊണ്ട് അല്ലയോ രാമ, നീ ശരീരത്തെക്കുറിച്ച് ഓർക്കുക. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം നവദ്വാരങ്ങൾ കൊണ്ട് മലീമസമാണ്. ഏതു സമയവും ഏതു നിമിഷവും ജീർണിച്ചുകൊണ്ടാണ് ഈ ശരീരം ഇരിക്കുന്നത്. ആ ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അല്ലയോ രാമ, നീ ഒന്ന് ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ശരീരത്തെക്കുറിച്ച് പറയുകയാണ്. ഇത് ഉപനിഷത്ത് സത്യമാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. നോക്കൂ, ശ്രോത്രം തുടങ്ങിയവ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ആകാശത്തിൽ ശ്രോത്രവും, വായുവിൽ ത്വക്കും, തേജസ്സിൽ ചക്ഷുസും, ജലത്തിൽ നാക്കും, പൃഥ്വിയിൽ ഘ്രാണം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇവ പൃഥ്വി തുടങ്ങിയ മഹാഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്നു. വാക്ക്, കയ്യ്, കാല്, വായു, ഉപസ്ഥം എന്നിവ കർമ്മേന്ദ്രിയങ്ങളാണ്. ഇവിടെ വിഷയങ്ങൾ യഥാക്രമം വചനം, ദാനം, ഗമനം, വിസർജനം, ആനന്ദം എന്നിവയാകുന്നു. ഈ പൃഥ്വി തുടങ്ങിയ മഹാഭൂതങ്ങളിൽ നിന്ന് ക്രമേണ ഉൽപ്പന്നങ്ങളാണ് ഈ ശരീരവും. മനോബുദ്ധ്യ അഹങ്കാര ചിത്തങ്ങൾ അന്ധക്കരണ ചതുഷ്ടയങ്ങളാകുന്നു. ഇവയുടെ വിഷയങ്ങൾ യഥാക്രമം സങ്കല്പ, വികല്പങ്ങൾ, അത്യവസായം, അഭിമാനം, അവധാരണം എന്നിവയാണ്. മനസ്സിൻ്റെ സ്ഥാനം ഗളത്തിൻ്റെ അന്ത്യഭാഗത്തും, ബുദ്ധിയുടെ സ്ഥാനം മുഖവും, അഹങ്കാരത്തിൻ്റെ സ്ഥാനം ഹൃദയവും, ചിത്തത്തിൻ്റെ സ്ഥാനം നാഭിയുമാണ്. അസ്ഥി, ചർമ്മം, നാഡി, രോമം, മാംസം എന്നിവ പൃഥ്വിയുടെ അംഗങ്ങളാണ്. മൂത്രം, കഫം, രക്തം, ശുക്ലം, വിയർപ്പ് എന്നിവ ജലാംശങ്ങളാണ്. വിശപ്പ്, ദാഹം, ആലസ്യം, മോഹം, മൈഥുനം ഇവ അഗ്നിയുടെ അംശങ്ങളാകുന്നു. പ്രചാരണം, വിലേഖനം, സ്ഥൂലാദികൾ, ഉന്മേഷ നിമേഷങ്ങൾ എന്നിവ വായുവിൻ്റെ അംശങ്ങളാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, ഭയം എന്നിവ ആകാശത്തിൻ്റെ അംശങ്ങളുമാകുന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവ പൃഥ്വിയുടെ ഗുണങ്ങളാണ്. ശബ്ദം, സ്പർശം, രസം എന്നിവ ജലത്തിൻ്റെ ഗുണങ്ങളാണ്. ശബ്ദം, സ്പർശം, രൂപം എന്നിവ അഗ്നിയുടെ ഗുണങ്ങളാകുന്നു. ശബ്ദവും അതേപോലെ സ്പർശവും വായുവിൻ്റെ ഗുണങ്ങളാണ്. ശബ്ദം മാത്രം ആകാശത്തിൻ്റെ ഗുണവും. ഗുണത്രയം എന്നത് സാത്വികം, രാജസം, താമസം ഇവയാണ്. അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, അക്രോധം, ഗുരുസേവ, ശൗചം, സന്തോഷം, ആർജവം, അമാനിത്വം, അദംഭിത്വം, ആസ്തിക്യം, അഹിംസ എന്നിവ സാത്വികൻ്റെ വിശേഷ ഗുണങ്ങളാണ്. ഞാൻ കർത്താവാണെന്നും ഞാൻ ഭോക്താവാണെന്നും ഞാൻ വക്താവാണെന്നുമുള്ള അഭിമാനം രാജസപ്രകൃതിക്കാരുടേതാണ്. ബ്രഹ്മവാദികൾ പറയുന്നു, നിദ്ര, ആലസ്യം, മോഹം, രാഗം, മൈഥുനം, മോഷണം എന്നിവ താമസ പ്രകൃതിക്കാരുടേതാണെന്ന്. സാത്വികം ഉത്തമമാണെന്നും രാജസം മധ്യമമാണെന്നും താമസം അധമമാണെന്നും പറയപ്പെടുന്നു. സത്യജ്ഞാനം സാത്വികവും ധർമ്മജ്ഞാനം രാജസവും തിമിരാന്ധത താമസവുമാണെന്ന് പറയപ്പെടുന്നു. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയം എന്നീ 4 അവസ്ഥകളും ജ്ഞാനേന്ദ്രിയം,
കർമ്മേന്ദ്രിയം, 4 അന്ധകരണങ്ങൾ എന്നിവയും ചേർന്നാണ് ജാഗ്രത്. സ്വപ്നത്തിൽ 4 അന്ധകരണങ്ങൾ വസിക്കുന്നു. സുഷുപ്താവസ്ഥയിൽ കേവലം ചിത്തം മാത്രവും വസിക്കുന്നു. തുരീയത്തിൽ ജീവൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ജീവൻ പരമാത്മാവിൻ്റെ മധ്യത്തിൽ ക്ഷേത്രജ്ഞനായി സ്ഥിതി ചെയ്യുന്നു. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിങ്ങനെ 17 എണ്ണവും സുസൂക്ഷ്മങ്ങളായ ലിംഗമാണ് എന്ന് പറയപ്പെടുന്നു. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നിവ പ്രകൃതിയുടെ അഷ്ടവികാരങ്ങളാണ്. ശ്രോത്രം, ത്വക്ക്, നേത്രം, ജിഹ്വ, നാസിക ഈ 5ഉം ഗുദം, ഉപസ്ഥം, ഹസ്തപാദങ്ങൾ, വാണി ഇവ 5ഉം ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ 5ഉം ചേർന്ന് 23 പ്രകൃതി തത്വങ്ങൾ ഉണ്ടാക്കുന്നു. 24ാമത്തേതായ അവ്യക്തത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. പുരുഷൻ അതിനും അതീതനാണ്. ഇങ്ങനെ ശാരീരിക ഉപനിഷത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം ശ്രീരാമചന്ദ്രന് അഗസ്ത്യ മഹാമുനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തെക്കുറിച്ചും ശരീരത്തിൻ്റെ നശ്വരതയെക്കുറിച്ചിട്ടും അതിൻ്റെ ജീർണ അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ മരണത്തെക്കുറിച്ചുമെല്ലാം തന്നെ ആണ് ഇവിടെ അഗസ്ത്യ മഹാമുനി ശ്രീരാമചന്ദ്രനോട് പറയുന്നത്. അസ്ഥിമാംസാദികൾ കൊണ്ട് നിർമ്മിതമായ ഈ ശരീരം വളരെ ക്ഷണികമാണ് എന്നും അത് നശ്വരമാണെന്നും ജീർണിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഏതു സമയവും മരണം അതിനെ ബാധിക്കാമെന്നും ഉള്ള പരമസത്യം ശ്രീരാമചന്ദ്രന് അഗസ്ത്യ മഹാമുനി പറഞ്ഞു കൊടുക്കുന്നു. ഇതിൽ നിന്നും എല്ലാം വ്യത്യസ്തമാണ് ആത്മാവെന്നും ആത്മാവിന് മരണമില്ല എന്നും ആത്മാവിന് ദുഃഖമോ സന്തോഷമോ ഇല്ല എന്നും അഗസ്ത്യ മഹാമുനി രാമചന്ദ്രന് വിവരിച്ചു കൊടുക്കുന്നതാണ് ഈ 2ാം അധ്യായത്തിലെ തുടക്കത്തിൽ നാം കാണുന്നത്. അപ്പോൾ വൈരാഗ്യം ഉപദേശിക്കുകയാണ് ശ്രീരാമചന്ദ്രന് അഗസ്ത്യ മഹാമുനി. ഇതെല്ലാം പത്മപുരാണം ഉത്തരകാണ്ഡത്തിലെ ശിവഗീതയിലുള്ളതാണ്. അപ്പോൾ ഈ ശിവഗീത സത്യത്തിൽ പത്മപുരാണം ഉത്തരകാണ്ഡത്തിൽ ഉള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓം ശിവായ നമഃ.